ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുരുവി സിനിമയെക്കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ധരണിയുടെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനായി 2008 മെയ് 3 പുറത്തിറങ്ങിയ സിനിമയാണ് കുരുവി. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. ഞാൻ ആദ്യമായി കാണുന്ന വിജയ് സിനിമയും കുരുവിയാണ്. കുരുവി കണ്ടിട്ടാണ് ഞാനൊരു കട്ട വിജയ് ഫാനായി മാറിയത്. ശരിയാണ്, സിനിമയിൽ ഒരുപാട് കത്തി സീൻസ് ഉണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയ കുരുവി എന്ന് പറയുന്ന സിനിമ ഒരു നല്ല സിനിമ തന്നെയാണ്. പിന്നെ ചെറുപ്പത്തിൽ ഇതിലുള്ള കത്തി സീൻസ് എല്ലാം നമ്മളെല്ലാവരും ഒരുപാട് ആസ്വദിച്ച് കണ്ടവരാണ്. ഇന്ന് നോക്കുമ്പോൾ അതെല്ലാം ക്രിഞ്ചാണ്, കത്തിയാണ്, അങ്ങനെ പല ഡയലോഗ്സ് നമുക്ക് പറയാൻ പറ്റും. ബട്ട് അന്ന് കാണുമ്പോൾ അതെല്ലാം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചതാണ്. റിലീസിന് ശേഷം കുരുവി സിനിമയ്ക്ക് ഫുൾ ആൻഡ് ഫുൾ ഡിസാസ്റ്റർ റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ബോക്സ് ഓഫീസിൽ സിനിമ ഫ്ലോപ്പല്ല, ബ്രേക്ക് ഈവൻ നേടിയതാണ്. അതിപ്പോഴും പലർക്കും അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം, അനാലിസിസിലേക്ക്. കുരുവി സിനിമ മെയിനായിട്ട് ഫ്ലോപ്പ് ആവാൻ കാരണം സിനിമയിലെ കത്തി സീൻസ് തന്നെയാണ്. ഒരു വിജയ് ഫാനും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കരുത് എന്ന രീതിയിലുള്ള കത്തി സീൻസാണ് കുരുവി സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. അസഹനീയം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഫാൻ ഫൈറ്റ് വരുമ്പോഴടക്കം വിജയ് ഫാൻസിനെ മെയിനായിട്ട് ട്രോളുന്നത് കുരുവി സിനിമയിലെ കത്തി സീൻസ് പറഞ്ഞിട്ടാണ്. അതിലിപ്പോഴും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. ആ ലെവല് കാട്ടവരാധം പിടിച്ച കത്തി സീൻസാണ് കുരുവി സിനിമയിലുള്ളത്. സിനിമയിലെ ദളപതി വിജയുടെ എൻട്രി തന്നെ ഒരു അണ്ടർ വാട്ടറിൽ നിന്ന് എയറിൽ കൂടെ ഇങ്ങനെ പറന്നു വരുന്ന രീതിയിലാണ്. അതെല്ലാം ഭയങ്കര ബോറായിരുന്നു. എൻട്രി തന്നെ പിഴച്ച സ്ഥിതിക്ക് സിനിമയുടെ അവസ്ഥ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ സിനിമയിലെ റേസിംഗ് സീൻസ് ചെറുപ്പത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഇന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ പര കത്തിയാണെന്ന് അറിയുക. കാരണം ആക്സിലേറ്റർ പൊട്ടിപ്പോയി ആക്സിലേറ്ററിൻ്റെ വയറെടുത്ത് കടിച്ചു പിടിച്ച് റേസിങ്ങിൽ ദളപതി വിജയ് ജയിക്കുന്നൊരു സീനുണ്ട്. ലോജിക്കിനെയൊക്കെ ആരെ കെട്ടിക്കാൻ വെച്ചതാന്ന് പോലും ആ ഒരു സീൻ കാണുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു പോകും. അതേപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടേന്ന് ഒരു പരുന്തിന് കിസ്സും കൊടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ മണ്ടേന്ന് ചാടിയിട്ട് അപ്പുറമുള്ളൊരു ബ്രിഡ്ജ് പോയിട്ട് ദളപതി പറന്നുപോയി ലാൻഡ് ചെയ്യുന്നൊരു സീനൊക്കെ ഉണ്ട്. കുരുവി സിനിമയിലെ ഏറ്റവും വലിയ കത്തി സീൻ ഏതാന്ന് ചോദിച്ചാൽ അത് ഈ ഒരു സീനാന്ന് എല്ലാവരും പറയൂ. അതിലൊരു ഡൗട്ടും വേണ്ട. കാരണം ഗ്രാവിറ്റീനെ വരെ അപമാനിച്ചുകൊണ്ടാണ് ആ ഒരു സീൻ എടുത്തു വെച്ചിട്ടുള്ളത്. ശരിക്കും കുരുവി സിനിമയുടെ പ്ലോട്ട് കിടിലം പ്ലോട്ടാണ്. നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരുന്നിട്ട് കൂടിയും അത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. സിനിമയിലെ വില്ലന്മാരായിക്കോട്ടെ എല്ലാവരും നല്ല കിടില വില്ലന്മാരായിരുന്നു. വിവേക് വിജയ് കോംബോ അത് നല്ല കിടിലം കോംബോ ആയിരുന്നു. കോമഡീസും എല്ലാം വർക്കൗട്ടായി. അതേപോലെ തന്നെ സിനിമയിലെ സോങ്സും BGMസും വിദ്യാസാഗർ കിടിലനായിട്ട് തന്നെയാണ് സോങ്സും BGMസും ചെയ്തിട്ടുള്ളത്. തൃഷ വിജയ് കോംബോ അത് പിന്നെ ഞാൻ എടുത്ത് പറയണ്ടല്ലോ, അത് ഏത് സിനിമയിൽ വന്നാലും അടിപൊളിയായിരിക്കും. പിന്നെ സിനിമയിലെ പല സീക്വൻസിലുള്ള വിജയുടെ മാസ് ഡയലോഗ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസും എല്ലാം അടിപൊളിയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഇതിലെ ബാർ ഫൈറ്റാണ്. നല്ലൊരു പ്ലോട്ടും കിടിലം BGM, സോങ്സ്, ഫൈറ്റ് സീക്വൻസ്, മാസ് ഡയലോഗ്സ് എല്ലാം ഉണ്ടായിരുന്നിട്ടും സിനിമയുടെ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല പ്ലോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. സ്ക്രീൻ പ്ലേ ആണ് ഈ പടത്തിനെ മൊത്തത്തിൽ കൊന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് രീതിയിൽ അങ്ങനെ പോയി ഇൻ്റർവെൽ ബ്ലോക്കും വരും. ഇൻ്റർവെല്ലിന് ശേഷമാണ് പടം മൊത്തത്തിൽ ട്രാക്കിലേക്ക് കയറുന്നത്. സിനിമയുടെ മെയിൻ സ്റ്റോറി തന്നെ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു സീൻ ദളപതിയുടെ ഷർട്ട്ലെസ് ആയിട്ടുള്ള ബോഡി കാണിക്കുന്ന ഒരു സീനുണ്ട്. നല്ല വെറുപ്പിക്കൽ സീനായിരുന്നത്. കാരണം ആ ടൈമിലൊന്നും വിജയ്ക്ക് ബോഡി എന്ന് പറയുന്ന സാധനമല്ല, ഫുള്ള് മെലിഞ്ഞ ശരീരമാണ് പുള്ളിയുടെ. ഇന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദളപതിയുടെ ഫിറ്റ്നസ്സും ബോഡിയൊക്കെ വേറെ ലെവലാണ്. ലിയോയിലും മാസ്റ്ററിലൊക്കെ നമ്മളത് കണ്ടതാണ്. എന്നാൽ ആ ടൈമിൽ കുരുവി ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റൂല, ആ അവസ്ഥയായിരുന്നു. ശരിക്കും കുരുവിയിൽ ഷർട്ട്ലെസ് ആയിട്ടുള്ള അങ്ങനെ ഒരു സീനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന രീതിയിലാണ് ആ ഒരു സീൻ വെച്ചത്. സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും സിനിമയിൽ ഒരുപാട് ഗൂസ് ബംസ് വരുന്ന സീൻസ് ഉള്ളത്. അതൊക്കെ എനിക്ക് നല്ലൊരു ഗുഡ് തിങ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പ്ലോട്ട് വെച്ച് നല്ല രീതിയിൽ ഈ ഒരു സിനിമ എടുത്തിരുന്നെങ്കിൽ വേറെ ലെവലായേനെ. ഗില്ലി എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ കൊടുത്ത ധരണിയാണ് കുരുവി ചെയ്തതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഗില്ലിയും കുരുവിയും തമ്മിൽ കമ്പയർ ചെയ്താൽ ആനയ്ക്കും ഉറുമ്പിനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതാണ് ഈ ഒരു രണ്ട് സിനിമകളുടെയും പ്രത്യേകത. എന്തായാലും സിനിമയിലെ കത്തി സീൻസ് എല്ലാം മാറ്റി നിർത്തിയ കുരുവി നമുക്കെല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു സിനിമ ധരണി ചെയ്യാണ്ട്
വേറൊരു ഡയറക്ടർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും മികച്ചതാവുമായിരുന്നു. കാരണം കുരുവിയിലെ പല സീൻസും തമ്മിൽ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് അതിനും ഒരുപാട് നെഗറ്റീവ് വന്നിരുന്നു. ഈ ഒരു സിനിമയുടെ മെയിൻ പ്രശ്നം സ്ക്രീൻ പ്ലേയും അതുപോലെ ഗ്രാവിറ്റിയെ പോലും റെസ്പെക്റ്റ് ചെയ്യാണ്ടുള്ള ഇല്ലോജിക്കലായിട്ടുള്ള കത്ത് സീൻസുമാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഇമോഷണലി ഒരു കണക്ഷൻ തരാൻ കഴിഞ്ഞിട്ടില്ല എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് ട്രോള് കിട്ടുന്നത്. പിന്നെ ട്രോൾ ഇരട്ടിയാക്കാൻ വേണ്ടി കൈരളിക്കാർ റിപ്പീറ്റ് അടിച്ച് സിനിമ ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുരുവി സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. കുരുവി സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.